മധ്യപ്രദേശിലെ ഒരു സ്വകാര്യ വെറ്റിനറി കോളേജിൽ നർമ്മദ എന്ന കോഴിയിനം ബ്രാൻഡ് ചെയ്യുന്നത് വിവാദത്തിന് വഴിയൊരുക്കി. പ്രതിഷേധവുമായി ബ്രാഹ്മണ സമൂഹം രംഗത്തെത്തി. മധ്യപ്രദേശ് ഭോപ്പാലിൽ കോഴികളുടെ വിൽപ്പനയെക്കുറിച്ചുള്ള പരസ്യവുമായി ഹർദയിലെ ഒരു സ്വകാര്യ കോളേജ് പുറത്തിറക്കിയ ലഘുലേഖയിൽ നർമ്മദ എന്ന ഇനത്തിൽപ്പെട്ട കോഴികളെ ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് വലിയ വിവാദം ഉയർന്നിരിക്കുകയാണ്. നർമ്മദ നദിയുടെ ഭക്തർ പവിത്രമായി കരുതുന്ന പേരിന്റെ ഉപയോഗം നർമാദീയ ബ്രാഹ്മണ സമാജത്തിലെ അംഗങ്ങൾക്കിടയിൽ പ്രതിഷേധം ആളിക്കത്തിച്ചു. അവർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് അവരുടെ മതവിശ്വാസങ്ങളെ അപമാനിക്കുന്നതാണെന്ന് പരാതിപ്പെടുകയും ചെയ്തിരിക്കുന്നു. സമാജത്തിന്റെ പ്രസിഡന്റ് അശോക് പരാശറിന്റെ നേതൃത്വത്തിൽ സമുദായാംഗങ്ങൾ ജില്ലാ കളക്ടറുടെ ഓഫീസിലെത്തി ജോയിന്റ് കളക്ടർ സഞ്ജീവ് കുമാർ നാഗുവിന് ഒരു നിവേദനം സമർപ്പിച്ചു. നർമ്മദ എന്ന പേരിന് ആഴത്തിലുള്ള മതപരമായ പ്രാധാന്യമുണ്ടെന്നും പ്രത്യേകിച്ച് നർമ്മദ താഴ്വര മേഖലയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ദേവതയുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അവർ പറഞ്ഞു. നർമ്മദ, സൊണാലി എന്നീ ഇനങ്ങളെ പട്ടികപ്പെടുത്തി കോഴികളുടെ വിൽപ്പനയ്ക്കായി കോളേജ് പരസ്യം നൽകിയതിനെ തുടർന്നാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. ഇത് മതവികാരത്തെ, പ്രത്യേകിച്ച് സനാതനധർമ്മ അനുയായികളെയും നർമ്മദ ഭക്തരെയും വ്രണപ്പെടുത്തിയെന്ന് സമുദായ അംഗങ്ങൾ അവകാശപ്പെടുന്നു. കോഴി ബ്രാൻഡിങ്ങിനെതിരെ പ്രക്ഷോഭമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ജബൽപൂരിലെ ഒരു കോഴി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നാണ് പരസ്യത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പേരുകൾ സ്വീകരിച്ചതെന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കി. അതിൽ കടക്നാഥ്, നർമ്മദ, സോ എന്നീ ഇനങ്ങളെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. നർമാദീയ ബ്രാഹ്മണർ എന്നും അറിയപ്പെടുന്ന നർമ്മദ ബ്രാഹ്മണർ പ്രധാനമായും മധ്യപ്രദേശിലെ നർമ്മദ നദിക്കരയിൽ താമസിക്കുന്ന ബ്രാഹ്മണ സമൂഹമാണ്. മഹമ്മൂദ് ഗസ്നി ക്ഷേത്രം അശുദ്ധമാക്കിയതിനെ തുടർന്ന് ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് കുടിയേറിയ പുരോഹിതന്മാരുടെ പിൻഗാമികളാണ് ഇവർ എന്ന് വിശ്വസിക്കപ്പെടുന്നു. നർമ്മദ നദി അവരുടെ സ്വത്വത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. കൂടാതെ നദിയുമായുള്ള ബന്ധത്തിനും ഹിന്ദു പുരാണങ്ങളിൽ അതിന്റെ പ്രാധാന്യത്തിനെയും അവർ കൂടുതൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.